ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അപ് ടു 20 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതായത് 20 കിലോമീറ്റർ ടു 50 കിലോമീറ്റർ, ഇതിൻ്റെ രണ്ടിനും ഇടയിലാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇത് മിക്ക ക്വസ്റ്റ്യൻസിനും ഒരു ചോദ്യമാണ്. എയർക്രാഫ്റ്റ്സ് ഒക്കെ ട്രാവൽ ചെയ്യുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ. ഓസോൺ ലെയർ നിലനിൽക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ ലെയറിനെ പറ്റി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ ആവുന്ന ഒരു റീസണാണ്, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് CFC, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഫ്രിഡ്ജസിലൊക്കെ ഉള്ളത് ഇതാണ്. ഇപ്പം നമ്മൾ ഒത്തിരി അതിൻ്റെ ഉപയോഗം കുറച്ചതിൻ്റെ ഫലമായിട്ട് ഓസോൺ ലെയർ വീണ്ടും പഴയ ഫോമിലേക്ക് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. സോ അതാണ് സ്ട്രാറ്റോസ്ഫിയർ. 50 കിലോമീറ്ററിനും 85 കിലോമീറ്ററിനും ഇടയിലാണ് മീസോസ്ഫിയർ കിടക്കുന്നത്. ഉൽക്കകൾ, അതായത് മീറ്റിയോഴ്സൊക്കെ ആ ഒരു സെക്ഷനിലാണ് വരുന്നത്, മീസോസ്ഫിയറൊക്കെ. ഇപ്പം സ്ട്രാറ്റോസ്ഫിയറൊക്കെ ആകുമ്പോഴത്തേക്കിനും അത് എരിഞ്ഞു തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മീസോസ്ഫിയർ അതിൽ കൂടിയായിരിക്കും, ആ ഒരു ലെയറിൽ കൂടിയൊക്കെയാണ് അത് റീച്ച് ചെയ്യുന്നത്. പിന്നെ തെർമോസ്ഫിയർ എന്ന് പറയുന്നത് 85 കിലോമീറ്റർ ടു 690 കിലോമീറ്റർ, അതിന് രണ്ടിനും ഇടയിലാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് സാറ്റലൈറ്റ്സൊക്കെ, നമ്മൾ വിക്ഷേപിക്കുന്ന സാറ്റലൈറ്റ്സൊക്കെ ആ ഒരു തെർമോസ്ഫിയറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അറോറ എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതായത് നോർത്തേൺ ലൈറ്റ്സ് എന്നൊക്കെ പറയും. ഇങ്ങനെ റിഫ്ലക്ഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഇങ്ങനെ സ്കൈയിൽ അപ്പിയർ ചെയ്യുന്ന അറോറ എന്ന് പറയും. അതൊക്കെ ആ തെർമോസ്ഫിയറിലാണുള്ളത്. അതിനുശേഷം വരുന്നത് 690 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ളത് എക്സോസ്ഫിയറാണ്. അതായത് ഫുൾ ആ ഒരു സ്പേസ് എന്നൊക്കെ പറയാം. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ടത്. അതായത് അപ് ടു 20 കിലോമീറ്റർ വരെ ട്രോപ്പോസ്ഫിയർ. അതിനുശേഷം നോക്കിക്കോണം, ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു വ്യത്യാസപ്പെടുന്നുണ്ട്. അതായത് ആദ്യം 20 കിലോമീറ്റർ വരെയുള്ളൂ, അതിനുശേഷം 20 തൊട്ട് 50 കിലോമീറ്റർ വരെയുള്ളൂ, ഏകദേശം 30 കിലോമീറ്ററിൻ്റെ വ്യത്യാസം അല്ലേ. പിന്നെ വരുന്നത് 85 കിലോമീറ്ററാണ്, അതൊരു 35 കിലോമീറ്റർ വ്യത്യാസം. അതിനുശേഷം വരുന്നത് 690 കിലോമീറ്റർ വരെയാണ് ആ ഒരു തെർമോസ്ഫിയർ വരുന്നത്. അതിന് ശേഷമാണ് എക്സോസ്ഫിയർ.